വെൽക്കം ബാക്ക് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. യെസ്, നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോണ ക്വൈറ്റ് പ്ലേസിന്റെ ആ ഒരു ഫ്രാഞ്ചൈസിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ക്വൈറ്റ് പ്ലേസ് ഡേ 1 തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ആരുടെ സമയം ഞാൻ കളയുന്നില്ല, നേരെ നമുക്ക് റിവ്യൂലേക്ക് കിടക്കാം. സോ ക്വൈറ്റ് പ്ലേസ് ഡേ 1 ഈ സിനിമ ഞാൻ എന്തിനാ ASMR ചെയ്യുന്നത്? സോ ഈ സിനിമ നമ്മുടെ ക്വൈറ്റ് പ്ലേസ് ഫ്രാഞ്ചൈസിലേക്ക് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനു മുമ്പ് നമുക്ക് ജോൺ ക്രിസൻസ്കിയുടെ ഭാഗത്തു നിന്ന് ക്വൈറ്റ് പ്ലേസ് പാർട്ട് 1ഉം പാർട്ട് 2 നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് ഈ പറഞ്ഞ രണ്ട് സിനിമയുടെയും പ്രീക്വൽ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് 86 ഡേയ്സ് മുമ്പ് എന്തൊക്കെയാണ്, അതായത് ഫസ്റ്റ് ടൈം ഈ പറയുന്ന ഏലിയൻസ് നമ്മുടെ എർത്തിൽ ക്രാഷ് ലാൻഡ് ചെയ്ത സമയത്ത് എന്തായിരുന്നു ആ സമയത്തുള്ള അവസ്ഥ, അത് തന്നെയാണ് ക്വൈറ്റ് പ്ലേസ് ഡേ 1 എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. സോ ഓവറോൾ നമുക്ക് അറിയാം എന്താണ് പ്ലോട്ട്. അതായത് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പുണ്ടാകുന്ന രണ്ട് സിനിമയിലും നമുക്ക് ഈ പറഞ്ഞ ഏലിയൻ ക്രീച്ചേഴ്സ് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. കാരണം സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവന്മാർ വന്ന് നമ്മളെ കൊല്ലും. സോ നമ്മുടെ ഏറ്റവും വലിയ സർവൈവൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിണ്ടാതെ പോണം. ജോൺ ക്രിസൻസിയും മറ്റേ സിനിമയ്ക്കകത്ത് കാണിച്ചു പോലെ നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ സംസാരിക്കരുത്. സോ ഇത് തന്നെയാണ് സ്പോയിലർ ഫ്രീ ആയിട്ട് ഈ ഒരു സിനിമയുടെ പ്ലോട്ടിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സംഭവം തന്നെ. ആൻഡ് ഈ പറഞ്ഞ പ്രീക്വലിനകത്ത് മേജർ കാസ്റ്റിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിഞ്ഞിട്ടുള്ള ജോസഫ് ക്യുന്നിനെയും അത് കൂടാതെ തന്നെ ലുപ്പീറ്റയും തന്നെയാണ്. ആൻഡ് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം, ഇവർ രണ്ടുപേരും അവരുടെ ക്യാരക്ടേഴ്സിനെ വൺ കിഡിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം തന്നെ ലുപ്പീറ്റയുടെ ക്യാരക്ടറിലേക്ക് നമ്മൾ നോക്കിയാൽ, സാം എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിലേക്ക് നോക്കിയാൽ പുള്ളിക്കാരി ഓൾറെഡി ഒരു ക്യാൻസർ പേഷ്യൻറ്റ് തന്നെയാണ്. കാരണം തന്നെ ഇനി കയ്യിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ പുള്ളിക്കാരിക്ക് ബാക്കിയുള്ളൂ മരണത്തോടെ അടുത്ത് തീർക്കാൻ വേണ്ടി. പക്ഷേ ഈ ഏലിയൻസ് ഈ എർത്തിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ, ഇനി എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും മരിക്കാൻ പോവാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു സർവൈവൽ ഇല്ല, കാരണം ഈ ഏലിയൻസ് എല്ലാവരെയും കൊല്ലും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. സോ ആ ഒരു രണ്ട് സ്റ്റേജസ് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും അല്ലാതെ നോർമൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അവർ കാണിച്ചു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് അത് ഈ ഒരു സിനിമയ്ക്ക് നല്ല രീതിയിൽ തന്നെ ആവിഷ്കരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു പേഴ്സൺ ഓൾറെഡി അറിയാൻ ഞാൻ മരിക്കാൻ പോവാണ് ക്യാൻസർ ഉള്ളത് കൊണ്ട് തന്നെ, ബാക്കിയുള്ള ആൾക്കാർ ഈ പറഞ്ഞ ഏലിയൻ ഇൻവേഷൻ കാരണം മരിക്കാൻ പോകുന്നു. ആൻഡ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജോസഫ് ക്യുന്നിൻ്റെയും അത് കൂടാതെ തന്നെ ലുപ്പീറ്റയുടെയും ആ ഒരു ക്യാരക്ടർ കെമിസ്ട്രി തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ബാക്ക് ബോൺ എന്ന് എനിക്ക് പറയാൻ പറ്റും. രണ്ടുപേരും ഒന്നിനൊന്ന് മികച്ചതായിട്ട് അഭിനയിക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് അത് ഈ സിനിമയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. പക്ഷെ ഇവര് രണ്ടുപേരുടെ കാര്യം പറയുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വലിയൊരു സംഭവം ഉണ്ട്, ദ ക്യാറ്റ് ഇൻ ദിസ് മൂവി. ഈ സിനിമയ്ക്കകത്തുള്ള പൂച്ച, ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു പൂച്ചയെ ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല, ഇത്രയധികം അൺസർണിയുള്ള പൂച്ച. കാരണം നമുക്കറിയാം ഈ പറഞ്ഞ ഏലിയൻസ് സൗണ്ടിനെ വെച്ചാണ് അവർ ആൾക്കാരെ ഹണ്ട് ചെയ്യാൻ വരുന്നത്. കാരണം ഏലിയൻസ് ബ്ലൈൻഡ് ആണ്, അവർ സൗണ്ട് വേവ്സ് യൂസ് ചെയ്തിട്ടാണ്, ബാറ്റിനെ പോലെ തന്നെ അൾട്രാസോണിക് സൗണ്ട് റേസ് യൂസ് ചെയ്തിട്ടാണ് ഓരോ ആൾക്കാരെ പ്രേ ഹണ്ട് ചെയ്യാൻ വരുന്നത്. ആൻഡ് ഈ പൂച്ചയുടെ കാര്യം നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത്രത്തോളം അൻസറിനുള്ള പൂച്ച നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. പിന്നെ ഇപ്പം ഇറങ്ങുന്ന എല്ലാ സിനിമയ്ക്കകത്തും ഒരു പൂച്ചയെ കൊണ്ടുവരുന്നുണ്ട്. കാരണം പ്യൂച്ചയല്ലല്ലേ, എന്താ ഇത് പ്യൂമിയാണോ? പൂച്ച സിനിമയ്ക്കകത്തുള്ള ഒരു ക്യൂട്ട്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമായി മാറിയേക്കുക തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ സിനിമയിലുള്ള പൂച്ചയെ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു പൂച്ച ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ പൊന്നോ. പിന്നെ ഓവറോൾ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് നോക്കിക്കഴിഞ്ഞാലും അതുകൂടാതെ എൻ്റെ പ്ലോട്ട് നോക്കിക്കഴിഞ്ഞാലും എന്താണ് ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടാകുന്ന രണ്ട് സിനിമ, ഞാൻ നേരത്തെ പറഞ്ഞ 86 ഡേയ്സ് ബിഫോർ ആണ് ഈ സിനിമയിൽ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത്. ആൻഡ് ആ ഒരു പ്ലോട്ടിന് അത്യാവശ്യം ജസ്റ്റിഫൈ ചെയ്ത് അവർക്ക് ചെയ്യാൻ സാധിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എങ്ങനെയായിരിക്കും ഈ ഒരു വലിയൊരു ഇൻവേഷൻ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഈ സിനിമയ്ക്കകത്ത് അവർക്ക് കാണിച്ചു തരാനും സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് പറഞ്ഞാൽ, നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രീക്വലായിട്ട് അവർക്ക് ഈ സിനിമ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയ്ക്ക് അത്രയ്ക്ക് നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സിനിമ തിയേറ്ററിൽ കാണാൻ പോകുന്നത് എന്തിനാണ്? ഈ പറഞ്ഞ ഡോൾബി അറ്റ്മോസ് 7.1 അല്ലെങ്കിൽ ഈ പറഞ്ഞ സൗണ്ട്സ് കാര്യങ്ങൾ, ആ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ക്വൈറ്റ് പ്ലേസിൻ്റെ ഇതിന് മുമ്പ് ഇറങ്ങിയ സിനിമയായിരുന്നെങ്കിലും ഈ സിനിമയാണെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ തിയേറ്റർ ആ ഒരു സൗണ്ട് എഫക്ട്സിന് പ്രതീക്ഷിച്ച് നിങ്ങൾ ആരും കാണാൻ പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശ മാത്രമായിരിക്കും. കാരണം സിനിമ 90% ഒന്നുമില്ല, അതായത് സൗണ്ട് എഫക്റ്റ് ഇല്ലാതെയാണ് സിനിമ പോകുന്നത്. കാരണം നമുക്കറിയാം ഈ പറഞ്ഞ ഏലിയൻസ് സൗണ്ട് വെച്ചിട്ടാണ് അവർ ആൾക്കാരെ കൊല്ലാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ
തിയേറ്ററിൽ പോയി ഇരിക്കുമ്പോഴത്തേക്കും അപ്പുറത്തിരുന്ന ആൾക്കാർ ചുവയ്ക്കുന്നതും അത് കൂടാതെ തന്നെ നമ്മൾ പോപ്കോൺ പൊട്ടിച്ച് കഴിക്കുമ്പോഴത്തേക്കും അവർ കിരിക്കിരിക്കിരിക്ക് എന്ന് പറഞ്ഞ ആ ഒരു സൗണ്ട് ഇതെല്ലാം എല്ലാവർക്കും കേൾക്കാൻ കഴിയും. നിങ്ങൾ പതുക്കെ ഒരാളോട് സംസാരിച്ച അവർ അടുത്തിരിക്കുന്ന ആൾക്ക് കേൾക്കാൻ കഴിയുന്ന രീതിയിലാണ്. കാരണം അത്രയ്ക്ക് പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിട്ടുള്ള മൂമെന്റ്സ് ഈ സിനിമയ്ക്കകത്തുണ്ട്. സോ ഞാൻ ഇത്രയും പറയുന്നത് എനിക്ക് അത്രയ്ക്ക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളൊരു സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയില്ല. ഈ സിനിമ നിങ്ങൾക്ക് ബെസ്റ്റ് വേ ഓഫ് വാച്ചിങ് ദ സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും പറയുള്ളൂ. OTTയിൽ ഈ സിനിമ റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഹെഡ്ഫോൺ എടുക്കുക, ഏതെങ്കിലും സ്ഥലത്ത് പോയി നിങ്ങൾ സമാധാനമായി ഇരിക്കുക, കാണുക. അതാണ് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ പോപ്കോൺ ചവച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചവയ്ക്കുന്നത് മാത്രമായിട്ട് എനിക്ക് പിൻ ഡ്രോപ്പ് സൈലൻസിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് തന്നെ തോന്നും, ഓ ഞാൻ മാത്രമാണല്ലോ ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കണേന്ന്. കാരണം നമ്മളെല്ലാവരും ഒരു തിയേറ്ററിൽ ഒരു സിനിമ കാണാൻ വന്നിരിക്കുവാണ്. സോ ഈ ഒരു ഭയങ്കര ഒരു വിയേർഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഇതുവരെ ഞാനൊരു സിനിമ കാണാൻ പോകുമ്പോഴത്തേ എനിക്ക് ഇങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് അത് കൊണ്ടുവരാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ തിയേറ്ററിനെ പോയി കാണുന്നതിനേക്കാളും ഉപരി, സിനിമ മോശമായതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, ഈ സിനിമ അങ്ങനത്തെ ഉള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നല്ല രീതിയിൽ OTTയിൽ വന്നു കഴിയുമ്പോഴത്തേക്കും തന്നെത്താനെ ഇരുന്ന് ഹെഡ്ഫോൺ വെച്ച് കാണുന്നതാണ് നല്ലൊരു എക്സ്പീരിയൻസ് എന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ക്വൈറ്റ് പ്ലേസിൻ്റെ Day 1 സിനിമയെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം തന്നെ. ആൻഡ് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾ പാർട്ട് 2ൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വൈറ്റ് പ്ലേസിൻ്റെ അത്യാവശ്യം ആനിമേഷനും ഏലിയനെയൊക്കെ വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ട് നോക്കാവുന്നത് തന്നെയാണ്. ഒരു വെറൈറ്റി അനുഭവമായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ഈ റിവ്യൂയുടെ ഫോർമാറ്റ് വെച്ച് നോക്കുമ്പോൾ ആ റിവ്യൂവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ. ആൻഡ് പിന്നെ ഓൾറെഡി നമ്മൾ കൽക്കിയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കാണാവുന്നത് തന്നെയാണ്. ആൻഡ് ഈ സിനിമയുടെ എൻ്റെ റേറ്റിംഗ് എത്രയെന്ന് വെച്ചാൽ ഇറ്റ്സ് സോളിഡ് 7 out of 10 തന്നെ എനിക്ക് പറയാൻ പറ്റും. നല്ലൊരു സിനിമ തന്നെയാണ്. നല്ലൊരു പ്രീക്വൽ തന്നെയാണ് അവർക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. സോ OTT റിലീസിന് വേണ്ടി കാത്തിരിക്കുമെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേ സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ സിനിമ പോയി നിങ്ങൾ തിയേറ്ററിൽ കണ്ടപ്പോൾ തന്നെ. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്. സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്.